നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് നേരെ നടപടികൾ കടുപ്പിക്കുകയാണ് കുവൈത്ത് ഭരണകൂടം. നിയമലംഘകരായ പ്രവാസികളെ കുവൈത്ത് ഒരു സൈഡിൽ കൂടെ നാട് കടത്തുമ്പോൾ ഇതിലൊന്നും പെടാത്ത പ്രവാസികളെ ജോലിയിൽ നിന്ന് കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന അവസ്ഥയും നിലനിൽക്കുകയാണ്. പ്രവാസികളുടെ എണ്ണം രാജ്യത്ത് നിന്നും കുറയ്ക്കുകയാണ് ഇത്തരം നടപടികൾക്ക് പിന്നിലുള്ളത് എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാ നടപടികളും പ്രവാസികളെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ഓരോ ദിവസം പിന്നിടുമ്പോഴും തങ്ങളെ എന്ത് കാര്യത്തിന്റെ പേരിലാണ് രാജ്യത്ത് നിന്ന് പറഞ്ഞയക്കുക എന്ന ഭീതിയും സാധാരണക്കാരായ പ്രവാസികൾക്കിടയിലുണ്ട്. ഇപ്പോൾ രാജ്യത്തെ അവിദഗ്ധ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ. ഏതാണ്ട് 5000-ഓളം പ്രവാസി തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റുകൾ നഷ്ടമാകുമെന്നാണ് സൂചന. തൊഴിൽ വിപണി പുനഃക്രമീകരിച്ചും സാങ്കേതിക വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തിയും എണ്ണം കുറയ്ക്കാനാണ് നീക്കം. അതിനിടെ തെരുവ് കച്ചവടക്കാർക്ക് നൽകുന്ന വർക്ക് പെർമിറ്റ് റദ്ദാക്കുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ചാണ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ നടപടികൾ സ്വീകരിക്കുക. ഡെമോഗ്രാഫിക് സുപ്രീം കമ്മിറ്റി നിർദ്ദേശപ്രകാരം അംഗീകരിച്ചാൽ ഉടൻ തീരുമാനം നടപ്പിലാക്കുമെന്നാണ് സൂചനകൾ. ഇതോടെ 5000-ഓളം പ്രവാസി തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റുകൾ നഷ്ടമാകും. രാജ്യത്തെ തെരുവു കച്ചവടക്കാർ ഭൂരിപക്ഷവും സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം തൊഴിലാളികൾ ലേബർ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. അതുപോലെ പ്രവാസികളുടെ എണ്ണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികൾ ഭാവിയിലും പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിലൊരു നിർദ്ദേശമാണ് പാർലമെന്റ് സ്പീക്കർ അഹമ്മദ് അൽ സദൂൺ ദേശീയ അസംബ്ലിയിൽ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നത്. പൊതുമേഖലയിലെ ജോലി അവസരങ്ങൾ കുവൈത്തി പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും യോഗ്യതയുള്ള കുവൈത്തികളെ ലഭിച്ചില്ലെങ്കിൽ മാത്രമേ പകരം പ്രവാസി തൊഴിലാളികളെ പരിഗണിക്കാവൂ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. അതോടൊപ്പം സമാനമായ ജോലികൾ ചെയ്യുന്ന സ്വദേശി തൊഴിലാളികളുടെ ശമ്പളത്തേക്കാൾ ഉയർന്ന ശമ്പളം പ്രവാസികൾക്ക് നൽകരുത് എന്നും അൽ സദൂൺ നിർദ്ദേശം നൽകിയിരുന്നു. രാജ്യത്തിന്റെ പുരോഗതിക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും സ്വദേശിവത്കരണം ശക്തി പകരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിലൂടെ കുവൈത്തി പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പ്രവാസി തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും കഴിയുമെന്നാണ് അൽ സദൂൺ പറഞ്ഞത്. അതേസമയം നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധന കുവൈത്തിൽ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബാഹിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് രാജ്യവ്യാപകമായി പരിശോധന നടത്തുന്നത്. പരിശോധന ശക്തമായതോടെ രാജ്യത്ത് അനധികൃതമായി കഴിയുന്ന താമസക്കാരുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. കുവൈത്തിൽ നിന്ന് വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ നാടുകടത്തിയവർ കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ച് വീണ്ടും രാജ്യത്തേക്ക് തിരികെ എത്തുന്നതായി ആഭ്യന്തര മന്ത്രാലയം അടുത്തിടെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിലടക്കം പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.